എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ഉത്തമഗീതത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങളെ കുറിച്ച് അല്പകാര്യം ചെയ്യും. ഉത്തമഗീതം എന്ന് പറയുമ്പോൾ ഗീതങ്ങളുടെ ഗീതം എന്നാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും അവരുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരു രാജ്ഞിയും രാജാവും, ഭാര്യയും ഭർത്താവും, കാമുകനും കാമുകിയും എന്നുള്ള വിധത്തിലൊക്കെ ചിന്തിച്ച് ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കാം. സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന യേശു ക്രിസ്തുവും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയും, അവരെക്കുറിച്ചാണ് ഇവിടെ ഈ വിശേഷണങ്ങളെല്ലാം പറഞ്ഞത്. ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും അപ്പോസ്തലൻ പറയുമ്പോൾ, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ കർത്താവ് 2-3 പദവികൾ അലങ്കരിച്ചുകൊണ്ടവൻ. ഒന്നവൻ രാജാവാണ്, രക്ഷകനാണ്, മറ്റേ അവൻ ഒരു ഭർത്താവിൻ്റെ ഭാവം അലങ്കരിക്കും. അതിന് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ 2-3 ലക്ഷ്യങ്ങളാണ് ക്രിസ്തുവിൽ അടങ്ങിയിരിക്കും. അതിനെക്കുറിച്ചുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എന്റെ പ്രാണപ്രിയനെ കണ്ടു എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന ഘട്ടത്തിൻ്റെ ആരംഭദശ മുതൽ ക്രിസ്തുവിൻ്റെ കാന്തിയായിത്തീരുവാനുള്ള ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനമായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവർ വഴി ക്രിസ്തുവിൻ്റെ സഭ വളർന്നുകൊണ്ടിരുന്നു. പക്ഷെ 1-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്തുവിൻ്റെ സഭ അത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ സഭയായി തീരുകയാണ്. യേശുവും അപ്പോസ്തലന്മാരും ഉപദേശിച്ച നിർമ്മലമായ സത്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് പുറജാതി മതങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മതത്തിൽ അനേകം ദുരുപദേശങ്ങൾ കടന്നുകൂടുവാൻ ഇടയായി. 2-3 നൂറ്റാണ്ടുകൾ അന്ധകാര യുഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം സഭാതലത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അവസ്ഥയെ ഒരു രാത്രിയായിട്ടാണ് ഇവിടെ പറയുന്നത്. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. 2-3-ാം നൂറ്റാണ്ടുകളിൽ അന്ധകാര യുഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സത്യങ്ങൾ സഭയ്ക്ക് ലഭിക്കാതെ പോയി. അതാണ് രാത്രി സമയത്ത് പ്രാണപ്രിയനെ അന്വേഷിച്ചു എന്ന് പറയുന്നത്. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സത്യങ്ങൾ മറയ്ക്കപ്പെട്ട കാലം. ഇതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത്, മനുഷ്യർ ഉറങ്ങിയ ശേഷം ദുഷ്ടൻ വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കളവിതച്ചു പോയിക്കളഞ്ഞു. അപ്പോസ്തലന്മാരുടെ മരണശേഷം ദുരുപദേശങ്ങൾ
സഭയിൽ വിതയ്ക്കപ്പെട്ടു എന്നാണ്. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീഥികളിലും വിശാലസ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥമായ സത്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ സഭയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. റോമൻ സാമ്രാജ്യവും പാപ്പ ആധിപത്യവും ചേർന്നുകൊണ്ടുള്ള ഭരണ സംവിധാനങ്ങൾ യഥാർത്ഥമായ സത്യസഭയെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ പ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. ഇത് സത്യത്തിലുള്ള കാവൽക്കാരൻ, അസത്യങ്ങളുടെ കാവൽക്കാരൻ. അവരെ കണ്ടു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ അത് മൗനം പാലിക്കുകയുണ്ടായി. യഥാർത്ഥമായ സത്യത്തിൽ ക്രിസ്തുയേശുവിനെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും അറിയാൻ തക്കവണ്ണം മനുഷ്യന് ഈ അന്ധകാര യുഗങ്ങളിൽ സാധിച്ചില്ല എന്നാണ്. അതിൻ്റെ ശേഷം അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. സഭയ്ക്ക് വീണ്ടും ഒരു നവോത്ഥാനം കൈവന്നു. യഥാർത്ഥമായ സത്യം മനുഷ്യർക്ക് വെളിപ്പെടുവാൻ ഉള്ള അവസരം ദൈവം സംജാതമാക്കിയെന്നാണ്. ക്രൈസ്തവ മത പീഡ അവസാനിക്കുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഒരു മോചനമുണ്ടായി. ആ മോചനത്തോടുകൂടി യഥാർത്ഥമായ സത്യത്തിലേക്ക് സഭയ്ക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. അതാണ് ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവനെ പിടിച്ചു, എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല. ഇതേതാണ് എൻ്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമ്യ ഉടമ്പടിയാണ്. അബ്രഹാമിൻ്റെ ഉടമ്പടി സാറായിൽ നിവൃത്തിയാകുന്നു. സാറായുടെ സന്തതി, വാഗ്ദത്ത സന്തതി, ആ ഭവനത്തിലേക്ക് സഭ മുഴുവൻ പ്രവേശിക്കുകയാണ്. അബ്രഹാമ്യ സന്തതിയായ യേശുക്രിസ്തു ഈ അബ്രഹാമ്യ ഉഭയസമ്മതത്തിൻ്റെ സന്തതിയായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. സഭയും അതിൻ്റെ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ്. എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്ക്. ഏതാ? സാറായാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥത്തിൽ അമ്മ. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ. സാറ എന്ന വാക്ക് ബഹു ജനങ്ങൾക്ക് മാതാവായിരിക്കുന്നതെന്ന്. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായിരിക്കുന്നത് പോലെ സാറ ബഹുജാതികൾക്ക് മാതാവായിരിക്കുന്നു. അപ്പോൾ എന്നെ പ്രസവിച്ചവരുടെ അറയിലേക്ക് കൊണ്ടുവരുന്നവരെ അവനെ വിട്ടില്ല. അപ്പോൾ യഥാർത്ഥമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അബ്രഹാമ്യ ഉഭയസമ്മതത്തിൻ്റെ ആ നിഴലിൽ ക്രിസ്തുവിൻ്റെ സഭ വളരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.